ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിരുനാൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നു വീണതിനെ അനുസ്മരിക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട ദിനം. ഈ ദിനത്തിൽ ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്കാ സുവിശേഷകൻ വളരെ മനോഹരമായ ചില വാക്കുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഒന്ന്, മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു എന്ന വാക്ക്. കടിഞ്ഞൂൽ പുത്രൻ എന്ന വാക്ക് സാധാരണഗതിയിൽ ആദ്യത്തെ കുഞ്ഞിന് നൽകപ്പെടുന്നതാണ്. ഒരമ്മയിൽ നിന്ന് പിറക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതും മറിയത്തിൻ്റെ കുഞ്ഞുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പക്ഷേ ലൂക്കാ സുവിശേഷകനിലൂടെ കടിഞ്ഞൂൽ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ പുത്രൻ എന്നതിനേക്കാളും ഉപരി ആദ്യത്തെ പുത്രൻ്റെ സ്ഥാനത്തിനാണ്. ഇസ്രായേൽ ഒരു പതിവുണ്ടായിരുന്നു, ആദ്യജാതൻ എന്നത് അവൻ പൗരോഹിത്യമുള്ളവനാണ് എന്ന ഒരു ചിന്ത സംഖ്യാപുസ്തകം 3-ാം അധ്യായം 40 മുതൽ 41 വരെയുള്ള വാക്യത്തിൽ നൽകുന്നുണ്ട്. വീണ്ടും ഇവൻ വീണ്ടെടുപ്പിൻ്റെ പ്രതീകമാണ് എന്ന ഒരു ചിന്ത പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ നൽകുന്നുണ്ട്. കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് എന്ന് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കും. അവൻ ഇസ്രായേലിൻ്റെ ഭരണാധികാരിയാണെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. ഇങ്ങനെ ആദ്യം ജനിക്കുന്ന കുഞ്ഞ് ഇസ്രായേലിലെ പ്രധാന ഉത്തരവാദിത്തങ്ങളും അവന് നൽകപ്പെടുന്ന ചില ജീവിതത്തിൻ്റെ ഇടപെടലുകളെയും കുറിച്ച് സൂചിപ്പിക്കുന്ന ഒന്നാണ്. വളരെ കൃത്യമായി ഇതൊക്കെ നമ്മൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും അവൻ വീണ്ടെടുക്കാൻ വന്ന അവൻ്റെ ദൗത്യത്തെക്കുറിച്ചും അവൻ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് എന്ന സത്യത്തെക്കുറിച്ചും അവൻ ഈ ലോകം മുഴുവൻ്റെയും ഭരണാധികാരിയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രഹസ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ കാലം കാത്തിരുന്ന ഒരു സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കടിഞ്ഞൂൽ പുത്രൻ എന്നൊരു വാക്ക്. അങ്ങനെ കടിഞ്ഞൂൽ പുത്രനെ മറിയം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്നൊരു മനോഹരമായൊരു ചിന്ത, അത് എത്ര ധന്യതയോടെയാണ് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിള്ളക്കച്ച എന്ന് പറയുന്നത് ഒരു പിറക്കുന്ന ഒരു കുഞ്ഞിനെ കൈകളിലും കാലുകളും മറച്ചുകൊണ്ട് ഒരമ്മ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു തുണിയുടെ പേരാണ്. അങ്ങനെയെങ്കിൽ ദൈവപുത്രനെ അമ്മ സാധാരണ ഒരു തുണി കൊണ്ട്, ഈ ഭൂമിയുടെ രക്ഷകനെ സാധാരണ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു എന്ന് ധ്യാനിക്കുന്നതാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്ന ഒരു ചിന്ത വരുന്നത്. എത്ര ധന്യതയോടെയാണ് ഈ ഭൂമിയിൽ രക്ഷകൻ ഇങ്ങനെ പിറന്നു വീണിട്ട് അവൻ സാധാരണ മനുഷ്യനായി പിറന്നു, അവൻ സാധാരണ മനുഷ്യനെ പോലെ അവൻ്റെ ജീവിതം തുടങ്ങുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു എന്ന ആ വാക്യം എഴുതപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയുടെ ക്രിസ്തുവിൻ്റെ എല്ലാ ദൗത്യങ്ങളുമാണ് ആ ഓരോ വാക്യങ്ങളിലൂടെയും നമ്മളിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ പൊതിയപ്പെടുന്നത് സാധാരണ മനുഷ്യനെ പോലെയാണ്. അവൻ ദൈവമാണെങ്കിലും പൂർണ്ണനായും മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവൻ പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട് ഈ ഭൂമിയിലെ എല്ലാവിധ സംരക്ഷണങ്ങളെയും അതേപടി സ്വീകരിക്കുകയും എല്ലാവിധ വേദനകളെയും അതുപോലെ സ്വീകരിക്കാനും അവൻ അവനെ തന്നെ ആ പിറവിയോടുകൂടി സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ആ കുഞ്ഞിനെ സത്രത്തിൽ പോലും ഇടം കിട്ടാതെ അവർ അവിടെ കിടത്തിയത്. സത്രത്തിൽ പോലും അവർക്കിടം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ദൈവിക ഇടപെടലാണ്. അതിന് കാരണം ഈ കാലിത്തൊഴുത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. അവിടെ ചുറ്റും മതിലില്ല, മുകളിൽ മേൽക്കൂരയില്ല, അത് കാലികളുടെ ഇടമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇടം അത് കാലിത്തൊഴുത്താണ്. അവിടെ മാലാഖമാർക്കും ഇടമുണ്ടായിരുന്നു, കാലികൾക്കും ഇടമുണ്ടായിരുന്നു. ജ്ഞാനികൾ നക്ഷത്രം കണ്ട് തേടി വന്ന ഇടം കാലിത്തൊഴുത്താണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്കും അവിടെ ഇടമുണ്ടായിരുന്നു, ആട്ടിടയന്മാർക്കും അവിടെ ഇടമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. ആരെയും മാറ്റി നിർത്താത്ത രീതിയിൽ അവിടെ ചുറ്റുമതിലുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് സത്രത്തിൽ അവർക്കിടം കിട്ടാത്തത് ദൈവത്തിൻ്റെ ഇടപെടലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ചിന്ത നമുക്ക് നൽകുന്നത് ഏറ്റവും ധന്യമുള്ളൊരു രാത്രിയിൽ ക്രിസ്തുവിൻ്റെ പിറവിയുടെ ഓരോ കാര്യങ്ങളിലും വളരെ നന്മയും ശ്രേഷ്ഠതയും ഈ ഭൂമിയോളം കാത്തു സൂക്ഷിക്കേണ്ട പുണ്യങ്ങളും ഒതുക്കി വച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ക്രിസ്തു പിറക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഇടമുണ്ടാകണം. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ പുൽക്കൂട് കണക്ക് നമുക്കൊരിടമുണ്ടാകണം. അങ്ങനൊരു ഇടമുള്ളിടത്ത് ക്രിസ്തു ഏറ്റവും ബലഹീനനായി പിറന്നു വീഴും. അവൻ നമ്മളാൽ സംരക്ഷിക്കപ്പെടും. ഇന്ന് ക്രിസ്തുവിന് ആവശ്യം നമ്മളാൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. പരിശുദ്ധ മറിയം എങ്ങനെയാണോ അവനെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചത്, അതുപോലെ നാമം എന്ന് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പിറക്കുമ്പോൾ നെഞ്ചോട് ചേർത്ത് വെക്കണം.
കാര്യം ഏറ്റവും അധികം ഇന്ന് ക്രൈസ്തവർ പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ പേരിൽ തകർക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ ക്രിസ്തുവിനെ ഒരിക്കലും നഷ്ടപ്പെടാതെ ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തു അന്നും ബലഹീനനായാണ് ഈ ഭൂമിയിൽ പിറന്നു വീണത്, ഇന്നും ബലഹീനനായാണ് പിറന്നു വീഴുന്നത്. ആ ബലഹീനതയെ ബലമുള്ളതാക്കേണ്ടത് നമ്മുടെ വിശ്വാസ ദൃഢത കൊണ്ടും നമ്മുടെ സത്യസന്ധമായ ക്രൈസ്തവ ജീവിതം കൊണ്ടുമാണ്. പ്രിയമുള്ളവരും, ഈ ക്രിസ്മസ് നമുക്കൊരു തുറവിയുടെ കാലം കൂടിയാണ്. ഫ്രാൻസിസ് പാപ്പ അടുത്ത പുതിയൊരു ജൂബിലി വർഷത്തിലേക്ക് തുടക്കം കുറിക്കുന്ന ഈ നാളുകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെയൊക്കെ ആത്മീയതയെ ചോദ്യം ചെയ്യണം. ക്രിസ്തു ബലഹീനനായാണ് ഇപ്പോഴും ഈ ഭൂമിയിലുള്ളത്. കുറച്ചും കൂടി അവൻ്റെ ജീവിതത്തെ ബലം നൽകാൻ നമ്മളുടെയൊക്കെ വിശ്വാസം ആഴപ്പെടട്ടെ, നമ്മുടെ സത്യസന്ധത ആഴപ്പെടട്ടെ. ഈ ക്രിസ്മസ് ഒരു പുതിയൊരു തുടക്കത്തിൻ്റെ കാലമാകട്ടെ. ഉണ്ണി യേശു പിറന്നു മണ്ണിൽ